പത്തനംതിട്ട CPIM ജില്ലാ സെക്രട്ടറിയായി രാജു എബ്രഹാമിനെ തെരഞ്ഞെടുത്തു. 34 അംഗ ജില്ലാ കമ്മിറ്റിയിൽ 5 പേർ പുതുമുഖങ്ങളാണ്. നമുക്കറിയാം രാജു എബ്രഹാം 5 തവണ ഒരേ മണ്ഡലത്തിൽ നിന്ന് റാന്നിയിൽ നിന്ന് MLA ആയ ആളാണ്. ഒരിക്കൽ പോലും രാജു എബ്രഹാം തോറ്റിട്ടില്ല. അദ്ദേഹം പാർലമെന്ററി രംഗത്ത് നിന്ന് ഇപ്പോൾ സംഘടനാ രംഗത്തേക്ക് വരികയാണ് ജില്ലാ സെക്രട്ടറിയായി. ആ വാർത്തയാണ്. 24-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി കോന്നിയിൽ നടന്ന പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിലാണ് രാജു എബ്രഹാമിനെ പുതിയ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. 34 അംഗ ജില്ലാ കമ്മിറ്റിയിൽ 5 പുതുമുഖങ്ങളെയും ഉൾപ്പെടുത്തി. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ബി നിസാം, കോഴഞ്ചേരി ഏരിയ സെക്രട്ടറി ടി വി സ്റ്റാലിൻ, ഇരുവിയൂർ ഏരിയ സെക്രട്ടറി PC സുരേഷ് കുമാർ, മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ചന്ദ്രമോഹൻ, PKS ജില്ലാ സെക്രട്ടറി CN രാജേഷ് എന്നിവരാണ് ജില്ലാ കമ്മിറ്റിയിലെത്തിയ പുതുമുഖങ്ങൾ. സർക്കാരുമായി ചേർന്ന സംഘടനയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് രാജു എബ്രഹാം പറഞ്ഞു. പത്തനംതിട്ടയിലെ പാർട്ടിയുടെ അടിത്തറ ശക്തിപ്പെടുത്തി കൂടുതൽ ശക്തമായ സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുക എന്നുള്ളതാണ് പ്രാഥമികമായ കടമ. അടുത്തുവരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും എല്ലാ പഞ്ചായത്തുകളിലും വിജയിക്കുക എന്നുള്ള വലിയ ലക്ഷ്യം നമ്മുടെ മുമ്പിലുണ്ട്. പാർട്ടിയെ ഐക്യപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോവുക. രക്തസാക്ഷികളുടെ ഒരു ജില്ലയാണ്. തീർച്ചയായിട്ടും ആ സ്മരണകൾ അടിയുറച്ച് നിന്നുകൊണ്ട് തന്നെയുള്ള പ്രവർത്തനം തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ളതും വളരെ സന്തോഷത്തോടെ അറിയിക്കട്ടെ. 2 ക്ഷണിതാക്കൾ ഉൾപ്പെടെ 299 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. KP ഉദയഭാനു, KC രാജഗോപാൽ, S നിർമ്മലാദേവി, ബാബു കൊഴിക്കലേത്ത്, KK ശ്രീധരൻ, ഫിലിപ്പോസ് തോമസ് എന്നിവരാണ് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായത്. പത്തനംതിട്ടയിൽ പാർട്ടിയെ 9 വർഷം നയിച്ച ശേഷമാണ് KP ഉദയഭാനു ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറുന്നത്. 3 ദിവസം കോന്നി വകയാർ യെച്ചൂരി നഗറിൽ നടന്ന സമ്മേളനം പത്തനംതിട്ടയിലെ പാർട്ടിയുടെ ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ കരുത്തു കാട്ടുന്ന തരത്തിലായിരുന്നു നടന്നത്. ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജിത് T ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.